എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് 25 നമ്മുടെ മംഗലം വേലയാണ്. അപ്പോൾ വേലൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ. ഇത്രയും ദിവസം ഇന്നും പുലർച്ചെയും വരെ നല്ല മഴയുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ ഇത്തിരി വെയിൽ വന്നു തുടങ്ങി. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി അടുക്കളയ്ക്ക് കയറുക. ഇനിയിപ്പോൾ തുടങ്ങിയാൽ നമുക്ക് ഉച്ചയാകുമ്പോഴേക്ക് സദ്യയല്ലേ, എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സദ്യയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, അമ്മയൊക്കെ വന്നിട്ടില്ല. അപ്പോൾ ചെറുതായിട്ടൊരു സദ്യ ഉണ്ടാക്കണം. അപ്പോൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കാം. അപ്പോൾ അതാ അവിടെ നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേലയായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തേപ്പണിയും വയറിങ്ങൊക്കെ കഴിഞ്ഞ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇവിടെ മുല്ലപ്പൂ വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എല്ലാവർക്കും ഉള്ള മുല്ലപ്പൂ വാങ്ങിച്ചു. നമ്മുടെ മംഗല ആനപ്രേമി സംഘത്തിൻ്റെ വക പുതുപ്പള്ളി കേശവനുള്ള ഗംഭീര സ്വീകരണം ഉണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ കിട്ടിയില്ല, നമ്മൾ വരുമ്പോഴേക്കും സമയം വൈകിപ്പോയി. ഇപ്പോൾ കാണുന്നത് സ്വീകരണം കഴിഞ്ഞിട്ടുള്ള ഒരു ആഘോഷമാണ്. പുറപ്പെടുക്കുന്ന സമയത്തിനുള്ളിൽ കുളിച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ. ചെറുപ്പുളശ്ശേരി ശ്രീ അയ്യപ്പനാണ് എന്നാണ് എൻ്റെ ഒരു നോട്ടത്തിൽ കാണുന്നത്. ഇനിയിപ്പോൾ ഓസെല്ലാം അടിച്ച് ആൾ സുന്ദരക്കുട്ടപ്പനായി നിൽക്കുന്നത്. പുതുപ്പള്ളി കേശവൻ്റെ വണ്ടി ലോറി ഇവിടെ ഉണ്ട്. നമുക്ക് ആന ഇവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇതാ നമ്മുടെ പുതുപ്പള്ളി കേശവൻ നിൽക്കണു. ഇന്നലെ മൂപ്പരും അച്ഛനും കണ്ണമ്പ്ര വേലിയിലായിരുന്നു. ഇന്നിപ്പോൾ രണ്ടുപേരും മംഗലം വേലിയിലാണ്. നമ്മുടെ അവിടെയും തിടമ്പ എടുക്കുന്നത് കേശവൻ തന്നെയാണ്. ഒരാൾ വീട്ടിലിരുന്ന് കുളിക്കുകയാണെങ്കിൽ ഒരാൾ മില്ലിൽ നിന്ന് വന്ന് റോട്ടിലാണ് കുളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വീടുകളിൽ ഓരോ വീട്ടിൽ ഓരോ ആനകളായിട്ടുണ്ട്. ഞങ്ങൾ ആനപ്രേമി സംഘത്തിൻ്റെ വകയുണ്ടായിരുന്ന വരവേൽപ്പ് ഇതവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആളുവേല കഴിഞ്ഞ ആ പറമ്പ്. ഇപ്പം മഴ പെയ്തുകൊണ്ട് എല്ലാവിടെയും വെള്ളമാണ്. അപ്പോൾ ഇത് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ വേലക്കാവ്. അപ്പോൾ അതാ നമ്മുടെ ആനപ്രേമി സംഘത്തിൻ്റെ വക വലിയൊരു പോസ്റ്ററൊക്കെ അവിടെ വേലക്കാവിൻ്റെ പറമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പന്തൽ. വൈകുന്നേരം ആകുമ്പോൾ വെട്ടിത്തിളങ്ങാനുള്ള പന്തലാണിത്. 5 ആനകളാണ് വരാനുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ വേലപ്പറമ്പിൽ കച്ചവടക്കാരൊക്കെ വന്ന് എത്തണുള്ളൂ. കുറച്ച് കടകളൊക്കെ ഉണ്ട്, അത് തുറന്നിട്ടൊന്നും ഇല്ല.
അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലക്കുളം. എത്ര വേനലിലും ഇവിടെ വെള്ളം വറ്റാറില്ല. അപ്പോൾ ഇവിടെ ആകെ തുറന്നിരിക്കുന്ന ഒരു കളിപ്പാട്ടക്കടയാണ്. പിന്നെ ഒരമ്മ ഇവിടെ പൊരിയും വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. ഈ പറമ്പിലാണ് വെടിമരുന്ന് കഴിക്കുന്നത് വൈകുന്നേരം. അങ്ങനെ നമ്മൾ വീടെത്തി. ഇതാ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയത്തി അവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു സദ്യ ആണെന്ന് ഒരുക്കിയത്. അപ്പോൾ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു തിരക്കിലാണ്. അപ്പോൾ സമയം എന്താ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുന്നള്ളത്ത് ഇപ്പോൾ എത്തും. അപ്പോൾ അത് എഴുന്നള്ളത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വടക്കേത്തറ മന്നിൽ പോയിട്ട് തൊഴുത് വന്നതിന് ശേഷം വീണ്ടും തിരിച്ച് എഴുന്നള്ളത്തിനായിട്ട് പോകും. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും സമയം നമ്മുടെ വീട്ടിനകത്ത് നിന്ന് തന്നെയാണ് നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഏട്ടൻ്റെ മോനാണ് പഞ്ചവാദ്യത്തിൻ്റെ കൂടെ താളം പിടിച്ചിട്ട് പോണത്. അപ്പോൾ അങ്ങനെ എഴുന്നള്ളത്തും പോയി വേല കാണാനുള്ള ആളുകളുടെ തിരക്കുമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കും പോവാം.
അപ്പോൾ ഇത്രയും സമയം മോനേട്ടനായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തന്നു. മൂപ്പര് ഇത് ആനൻ്റെ പുറകെ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏട്ടൻ്റെ മോൻ്റെ കുട്ടിയാണ്. അവൻ്റെ പപ്പ പഞ്ചവാദ്യത്തിന് താളം പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവന് പപ്പനെ കാണാമെന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടി ഇവിടെ ഞങ്ങളുടെ കൂടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് സംഭവം വേല കാണാൻ വന്നതാണെന്നേ മറന്നു. അവൻ്റെ കളിയൊക്കെ കണ്ട് ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വെടിക്കെട്ട് കണ്ടിട്ട് തന്നെ ഇനി ഇവിടെ നിന്ന് പോവുള്ളൂ. 7:30-ക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ വെടിക്കെട്ടൊക്കെ കണ്ട് ഇതാ വീടെത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന ഉടനെ ഇതാ ചെറിയ ആളുടെ മേളം തുടങ്ങി. അപ്പോൾ ഇതാ 2 കൊട്ടുകാരും കൂടെ ഇരുന്ന് മേളം ആസ്വദിക്കുകയാണ്. അപ്പോൾ വേലയും കഴിഞ്ഞു, വെടിക്കെട്ടും കണ്ടു ഒക്കെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കറികളൊക്കെ ഉച്ചയ്ക്കായിട്ട് സദ്യക്കൊക്കെ ചൂടാക്കി വെക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും വൈകും. അപ്പോൾ ഒക്കെ ഒന്ന് ചൂടാക്കി വെക്കാമല്ലോ എന്ന് വെച്ചിട്ട്. കഴിക്കുമ്പോൾ വൈകും, അത് കഴിക്കും.